നമസ്കാരം. നമ്മളിന്ന് ടിൻഡ സബ്ജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം റെസിപ്പിയിലേക്ക് കിടക്കാം. ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് ഒരു വെജിറ്റബിളാണ് ഈ ടിൻഡ. അപ്പം ഇത് പഴുക്കാത്ത ടിൻഡ നോക്കി വേണം നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യാനായിട്ട്. അപ്പം ഇത് ഒരു കേരള സ്റ്റൈൽ കറിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനപ്പോൾ ഇതിനകത്ത് തേങ്ങയും മാങ്ങയും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് വെജിറ്റബിൾ ഇത് ഇരിപ്പുണ്ട്, സ്റ്റോക്ക് ഇരിപ്പുണ്ട്. ബീറ്റ്റൂട്ടൊക്കെ ഉള്ള സ്റ്റോക്ക് ആയതുകൊണ്ട് കുറച്ച് റെഡ് കളറാണ്. ഞാൻ അതും ഇതിലൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ കളറ് വരുമ്പം ആ ഒരു റെഡ് കളർ കാണുന്നു. സോ അപ്പം എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ആദ്യം അപ്പോൾ ഇത് പഴുക്കാത്ത ചിണ്ട നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഭാഗമൊക്കെ ചെത്തിക്കളഞ്ഞ് തൊലി വളരെ ലൈറ്റായിട്ട് വേണം ചെത്തിക്കളയാൻ. ഒത്തിരി അങ്ങ് ചെത്തിക്കളഞ്ഞാൽ ഇതിൻ്റെ ഇതിനൊരു വെജിറ്റബിളിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് റെഡിയാക്കിക്കൊണ്ട് വരാം. റെഡിയാക്കിക്കൊണ്ട് വരാമെന്ന് വെച്ചാൽ ഇത് കുറച്ച് നേരം ഇതിനകത്ത് നമ്മുടെ മസാലയും ഉപ്പും വേണ്ട മസാലയൊക്കെ ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ മസാല എന്ന് പറയുമ്പോഴത്തേനും ഇതിനകത്ത് നമ്മൾ ഗരം മസാല യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു ഫ്ലേവർ ഇതിന് സ്യൂട്ടബിൾ അല്ല. പിന്നെ ആംചൂർ പൗഡർ ഉള്ളവർക്ക് അതൊക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ ആം തന്നെ യൂസ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു ഞാനിത് നമ്മുടെ കേരള സ്റ്റൈലാക്കാനായിട്ടാണ്. ഞാനിതിനെ ഒന്ന് മലയാളീകരിച്ചാണ് ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഫോളോ ചെയ്യാം. കുറച്ച് പ്രോട്ടീനീഷ്യസ് ആയിട്ടുള്ള കറി വേണമെങ്കിൽ നമുക്ക് കറിയിൽ കുറച്ച് പരിപ്പ്, ഞാനിവിടെ മറ്റേ റെഡ് ദാലും പിന്നെ നമ്മുടെ സാധാരണ ചെറുപയർ പരിപ്പൂടാണ്, മസൂർ ദാലും ചെറുപയർ പരിപ്പും കൂടാണ്. ഇപ്പം മൂന്ന് ദാലിൻ്റെ പരിപ്പൂടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതും കൂടെ ഇടാം. അപ്പോൾ പരിപ്പൊക്കെ ഉപയോഗിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പരിപ്പ് കറിയിൽ ഇടുവാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കൂടും. അതേപോലെ പരിപ്പ് വെന്തതിന് ശേഷം മാത്രമേ അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാവുള്ളൂ. അപ്പം വേഗം അത് കുക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊന്നൊരു 10-15 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി അങ്ങനെയുള്ള പൊടികൾ ഇതൊന്ന് ഗരം മസാല ഇവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ക്യൂബ്സ് ആയിട്ടും കഷ്ണമായിട്ട് അരിയാം. അതല്ലാതെ ഇങ്ങനെ വട്ടത്തിൽ ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങനെ അരിയാം. നമ്മളിവിടെ ക്യൂബ്സ് ആയിട്ടാണ് എടുക്കാൻ പോകുന്നത്. വെള്ളം ധാരാളം ഒഴിച്ച് ഇതങ്ങ് ഒത്തിരി മാഷായി പോകും. അപ്പം അതുകൊണ്ട് അധികം ഇതിന് തന്നെ വെള്ളം നന്നായിട്ട് ഇറങ്ങിക്കോളും. അപ്പം അധികം വെള്ളം നമ്മളിവിടെ ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളിനി കുറച്ച് തേങ്ങയും മാങ്ങയും കൂടെ അരച്ചൊരു പേസ്റ്റ് ആക്കാനായിട്ട് പോകും. ഞാൻ പറഞ്ഞത് ഓൾറെഡി എന്തെങ്കിലും വെജിറ്റബിൾ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. ഞാൻ ഈ സ്റ്റോക്ക് ഉപയോഗിച്ചാണ് ഈ തേങ്ങയും മാങ്ങയും കൂടെ അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കിൽ ബീട്രൂട്ട് ഉള്ളതുകൊണ്ട് ബീട്രൂട്ടിൻ്റെ കളറോട് ഇതിനകത്ത് വേണം. അപ്പോൾ പരിപ്പ് വെന്തതിലോട്ട് ഇനി ആദ്യം നമുക്ക് കഷ്ണങ്ങളിടാം. കഷ്ണം തൊട്ട് നോക്കുമ്പോൾ ഉടയുന്നുണ്ട് കഷ്ണം. അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്തായിട്ട് ഈ തേങ്ങയുടെ പേസ്റ്റ് അങ്ങ് ആഡ് ചെയ്യാൻ പോവാണ്. സോ അതാണ് കറിയുടെ ഒരു ലാസ്റ്റ് പ്രോസസ്സ്.